അപ്പോൾ നമ്മൾ മയൂരം പിടിക്കണു, ദേവയുടെ ശിഖരം ദേ ഇങ്ങനെ വെക്കണം. കലിയുഗ വരദനത്തെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് എന്താ ചെയ്യണം എന്നുള്ളത് പറയേണ്ടത്. നമുക്കറിയാം നമ്മുടെ ഓരോ ദൈവങ്ങൾക്കും ഓരോരോ വാഹനങ്ങളായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുരുകൻ്റെ വാഹനം എന്ന് പറയുന്നത് മയിലാണ്. അപ്പോൾ നമ്മൾ മയൂരം പിടിക്കണു, ദേവയുടെ ശിഖരം ദേ ഇങ്ങനെ വെക്കണം. ഇനി നമ്മൾ 1 2 ദിതിതൈ എന്നുള്ള സ്റ്റെപ്പ് ഒരു 4 എണ്ണം ചെയ്യാൻ പോവുകയാണ്. അത് നമ്മൾ ചെയ്തത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലൂടെ ഒരു റൗണ്ട് ചുറ്റലായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ദേ നോക്കിക്കോളൂ, ഇങ്ങനെ ഇരുന്ന് 1 2 ദിത്തിത്തൈ 1 2 ദിത്തിത്തൈ 1 2 ദിത്തിത്തൈ 1 2. ഇവിടെ നമ്മളിപ്പോൾ ബാക്കിലാണ്. അപ്പോൾ ബാക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ കാഴ്ചയണയിപ്പതും കാണിക്കരുത്. ഇതെങ്ങനെ കാഴ്ചയണയിപ്പതും പഴനീലേ. ഇപ്പോൾ നമ്മൾ ബാക്കിലോട്ട് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു ലൈന് തുടങ്ങുമ്പോൾ നമ്മൾ ഇതേ മയിലിനെ കാണിക്കാം. മയൂരം പിടിച്ചത് ഇവിടെ ഇങ്ങനെയും ഇവിടെ ഇങ്ങനെയും പിടിക്കുന്നു. ഇത് നമ്മൾ 1 2 ദിത്തിത്തൈ ചെയ്ത് ഇനി ഇതേപോലെ ഫ്രണ്ടിലോട്ട് ചുറ്റാൻ പോവുകയാണ്. 1 2 ദിത്തിത്തൈ 1 2 ദിത്തിത്തൈ 1 2 ദിത്തിത്തൈ 1 2. ഇവിടെയും നമ്മൾ അതേപോലെ കാഴ്ചയണയിപ്പതും എന്ന് പറയുമ്പോൾ സമത്തിൽ കാഴ്ചയണയിപ്പതും പഴനിയിലെന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈറ്റ് കാല് ഇതേങ്ങനെ വെച്ചിങ്ങനെ പഴനിയിലെ. നമ്മൾ കലിയുഗ വരുന്നുള്ളൊരു ഡാൻസ് അത് ഫുള്ളായിട്ട് പഠിപ്പിക്കുന്നൊരു വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ട് വെച്ചാൽ അതേപോലെ കുറച്ച് ഏജുള്ള ചേച്ചിമാരും ഒക്കെ വീഡിയോസൊക്കെ നോക്കിയിട്ട് കണ്ട് പഠിക്കുന്നുണ്ട് എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാനത് പഠിപ്പിക്കും ചെയ്തിട്ടുണ്ട്. അതേപോലെ ഭരതനാട്യം കോസ്റ്റ്യൂം ഇട്ട് കളിക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ കണ്ടു നോക്കൂ കേട്ടോ.